നിലമ്പൂർ വികസന സമിതിയുടെ സഹകരണത്തോടെ നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ പൊതുമരാമത്ത് ഓഫീസിന് മുൻപിൽ നിരാഹാര സമരം തുടങ്ങി. ഫാദർ ജോൺസൺ തേക്കടിയിൽ സമരം ഉദ്ഘാടനം ചെയ്തു. കുറ്റമ്പറ അബ്ദുറഹ്മാൻ ധാരിമി മുഖ്യാതിഥിയായിരുന്നു. ഈ 3 ദിവസത്തെ സത്യാഗ്രഹം നടത്തേണ്ടി വരുന്നതിൻ്റെ ഒരു വേദനയോടുകൂടി തന്നെയാണ് ഞാനും നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ അയൽവാസികളാണ്. ഞാൻ നിങ്ങളുടെ അയൽവാസിയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് പാർക്കുന്ന ഒരു നാട്ടിലെ കഴിഞ്ഞ 31 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ ഇരകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വാസ്തവത്തിൽ ഹൃദയത്തിൽ അത് വേദന ഉളവാക്കുകയാണ്. ഇവിടെ അനുസ്മരണ പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ നമുക്ക് മുമ്പേ കടന്നുപോയ പ്രിയപ്പെട്ടവർ വളരെ നാളുകൾ ആകാംക്ഷയോടെ ലഭ്യമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് കാത്തിരുന്ന് അതൊന്നും നടക്കാതെ നിരാശ പൂണ്ടുകൊണ്ട് തന്നെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരെ നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി. ഇപ്പോഴും ജീവിച്ചിരിക്കലും മരിച്ചതിന് തുല്യമെന്നുള്ള നിലയിൽ അങ്ങിങ്ങായി പാർക്കുന്നാട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ മധ്യത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നതെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഏതൊരു നാടിൻ്റെയും പുരോഗമനം എന്ന് പറയുന്നത് ആ നാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങളാണ്. ഓരോ നാടും ആരംഭിക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ചെറിയ ചെറിയ അങ്ങാടികൾ കൊണ്ടാണ് ആരംഭിക്കുന്നത്. ആ അങ്ങാടികൾ പിന്നീട് ജനപ്പെരുപ്പം കൊണ്ടൊക്കെ വികസിച്ച് വലുതാകുമ്പോൾ യാത്രാ സൗകര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുക എന്നുള്ളത് അതാത് നാടുകൾ ഭരിക്കുന്നതായിട്ടുള്ള ഭരണാധിപന്മാരുടെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽപ്പെട്ടൊരു കാര്യമാണ്. RK മലയത്ത് അധ്യക്ഷത വഹിച്ചു. KP ഉമ്മർ, നസീറ ആറാട്ടുതൊടി, KRC നിലമ്പൂർ, ജെയിംസ് മയ്യന്താനി, അഹമ്മദ് കുട്ടി കാപ്പിൽ, MK സുരേഷ് എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയന്തോട് വരെ 6 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ബൈപ്പാസിന് ഭൂമി ഏറ്റെടുത്തത്. നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ട് നൽകിയിട്ട് 31 വർഷം പൂർത്തിയായിട്ടും ബൈപ്പാസ് നിർമ്മാണം നടത്തുവാനോ മുഴുവൻ ഭൂവുടമകൾക്കും നഷ്ടപരിഹാരം നൽകുവാനോ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ബൈപ്പാസ് കൂട്ടായ്മ 3 ദിവസം നിരാഹാര സമരം നടത്തുന്നത്. 257 കുടുംബങ്ങൾക്കാണ് ബൈപ്പാസ് വരുന്നതോടെ സ്ഥലം നഷ്ടമാകുന്നത്. 48 വീടുകൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റണം. ബന്ധപ്പെട്ടവർ പലതവണ അവധി പറഞ്ഞിട്ടും ഇതുവരെ ഭൂമിയുടെ നഷ്ടപരിഹാരം പോലും ലഭിച്ചിട്ടില്ല. നിലവിലുള്ള സംസ്ഥാന സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ബൈപ്പാസിന് ഫണ്ട് അനുവദിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടി നിരാഹാര സമരം നടത്തുന്നു. ഒരു നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുവാനാണ് ബൈപ്പാസ് കൂട്ടായ്മയുടെ തീരുമാനം. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.